ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജഡം സംബന്ധിച്ച് യേശു ജനിച്ചെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് അവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന ശക്തിയോടെ വെളിപ്പെടുത്തിയ. ഇതൊരു കെട്ടുകഥയല്ല. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സകലർക്കും അവൻ വെളിപ്പെടുവാനിടയായി തീർന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സകലരും തിരിച്ചറിഞ്ഞു. അന്നത്തെ യഹൂദന്മാർ പറഞ്ഞു, ശിഷ്യന്മാർ അവൻ്റെ ശരീരം കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവൻ ഉയർത്തില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ, ഓർക്കുക, യേശുവിൻ്റെ ശിഷ്യന്മാർ സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു. തൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായ പത്രോസ്, അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞവൻ, ഒരു ബാല്യക്കാരത്ത് ചോദിച്ചു, നീ നസറേൻ്റെ പിറകെ ഉള്ളവനല്ലെന്ന് ചോദിച്ചപ്പോൾ ഒത്തിരി ഒന്നും ചിന്തിക്കാതെ യേശുവിനെ തള്ളി പറഞ്ഞവൻ, നിവരെ നിന്ന് ഞാൻ അവൻ്റെ ശിഷ്യനാ, അല്ലെങ്കിൽ എനിക്ക് അവനെ അറിയാമെന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാതിരുന്ന പത്രോസ്, ബാക്കിയുള്ളവരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത്ര വലിയ പട്ടാളം കാവൽ നിൽക്കുമ്പോൾ, അവൻ കല്ലറെ മുദ്രയിട്ടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവർ ചിന്തിച്ചു, ഇവൻ്റെ അനേകരുടെ മരണത്തോടെ പലതും അവസാനിച്ചെങ്കിൽ ഇവൻ്റെ മരണത്തോടെ ഇത് തീർന്നുവെന്ന് അമേൻ അന്ന് യഹൂദ ജനവും റോമൻ ഭരണകൂടവും ചിന്തിച്ചെങ്കിൽ, മൂന്നാം നാൾ, ഹേ മരണമേ നിന്റെ വിഷം എവിടെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് മരണത്തെ വെല്ലുവിളിച്ചു യേശു ദൈവപുത്രനെന്ന് തെളിയിച്ച് അവൻ ശക്തിയോടെ പുറത്തു വരുവാനിടയായി.